ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുന്നതിനിടയിൽ ഫയലുകൾ അടക്കം എടുത്തുകൊണ്ടുപോയി അന്വേഷണത്തിന് തടസ്സം വരുത്തുകയാണ് ഇ ഡി ചെയ്തത് എന്നതിൽ ഹൈക്കോടതി തീരുമാനമെടുക്കാൻ നിൽക്കുന്നു. ഈ ഘട്ടത്തിലാണ് ഇ ഡി ഇപ്പോൾ കാര്യങ്ങൾക്ക് വേഗം കൂട്ടിയത് എന്ന ജയേന്ദ്രന്റെ പ്രതികരണത്തിന് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ എത്രത്തോളം വേഗമുണ്ടായിരുന്നു? മാഡം, ഇല്ല, ക്രൈംബ്രാഞ്ച് കേസ് എടുത്തതിന് ശേഷം 2021 ക്രൈംബ്രാഞ്ച് ഇത് കേസ് എടുക്കുന്നത്. അവർ കുറച്ച് ഭരണസമിതി അംഗങ്ങളെയും 4-5 ജീവനക്കാരെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ടുള്ള സത്യം തന്നെ. പക്ഷേ കേസിൻ്റെ രീതിയിൽ ഒരു ശരിയായ ദിശയിലേക്ക് കേസ് മുന്നോട്ട് പോയില്ല. അവിടെ നിക്ഷേപകർ ആത്മഹത്യ ചെയ്യുന്നു, അവരെ മരുന്നിന് പണം കിട്ടാതെ മരിച്ചു വീഴുന്നു. ഇങ്ങനെയൊക്കെ വന്ന് പ്രക്ഷോഭങ്ങൾ വന്നപ്പോൾ അതിന് ശക്തമായ നേതൃത്വം നൽകിയത് BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഈ വേട്ട എന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ, വേട്ട ശരിക്കും നടത്തിയത് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പാവപ്പെട്ട തൊഴിലാളികളെയാണ് മാഡം ഇവിടെ വേട്ട ചെയ്ത് ആ പണം തട്ടിയെടുത്ത് ചാക്കിലേറ്റ് തോളിലിട്ട് കൊണ്ടുപോയത്. ആ വേട്ടയാണ്. കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാര് കമ്മ്യൂണിസ്റ്റ് തൊഴിലാളികളെയാണ് ശരിക്കും ഒരു വേട്ടയാടിയത്. കേസ് വ്യത്യസ്തമാകുന്നത് ഇപ്പോൾ MV സുരേഷ് ഇപ്പോൾ ഏത് ചേരിയിലേക്ക് പോയി എന്നുള്ള കാര്യം താങ്കൾക്ക് പറയാനാവുന്ന ഒരു പ്രധാനപ്പെട്ട വാദമാണ്. പക്ഷെ അപ്പോഴും പാർട്ടി അണികൾ വിശ്വസിച്ച പാർട്ടി അണികളെ ചതിച്ചു എന്നൊരു വിഷയം അവിടെ നിൽക്കുന്നില്ലേ? ഇല്ലില്ല, ഇവിടെ പാർട്ടി ഘടകം തന്നെ യഥാർത്ഥ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് രീതിയിൽ ചിന്തിക്കുന്നവരൊക്കെ തന്നെ ഈ നിലപാടിന് പാർട്ടിക്കൊപ്പമാണ്. ശരി, അഡ്വക്കേറ്റ് KS അരുൺകുമാർ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.